ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിൽ വീണ്ടും തെളിവെടുപ്പിന് എത്തിച്ചു. ചേർത്തല മനോരമ കവലയ്ക്ക് കിഴക്കുവശത്തുള്ള വൈറ്റ് മാർട്ട് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇയാൾ ഗ്രഹോപകരണങ്ങൾ വാങ്ങിയതായി റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവിടെ സെബാസ്റ്റ്യനെ തെളിവെടുപ്പിന് എത്തിച്ചു. തുടർന്ന് പള്ളിപ്പുറം ഒറ്റപ്പുനയിലും തെളിവെടുപ്പിനായി സെബാസ്റ്റ്യനെ കൊണ്ടുവന്നു. ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം ചേർത്തലയിലെത്തി തെളിവെടുപ്പ് നടത്തി. ശനിയാഴ്ച വൈകുന്നേരം 5 വടക്കേങ്ങാടി കവലയിലുള്ള ന്യൂ ഭാരത് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ സെബാസ്റ്റ്യനെ കൊണ്ടുവന്നത്. ഇവിടെ നിന്നും സെബാസ്റ്റ്യൻ 2024 ഡിസംബർ 23 വേൾപൂളിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു. 17,500 രൂപ വിലയുള്ള ഫ്രിഡ്ജ് ഏറ്റുമാനൂരിലുള്ള സഹോദരിക്ക് നൽകാനാണെന്നും പറഞ്ഞാണ് അന്ന് സെബാസ്റ്റ്യൻ അത് കൊണ്ടുപോയതെന്നും കടയുടമ പറയുന്നു. അന്വേഷണ സംഘത്തോടൊപ്പം എത്തിയ സെബാസ്റ്റ്യനെ കടയുടമ തിരിച്ചറിഞ്ഞു. ഇവിടെ 1 മണിക്കൂറോളം തെളിവെടുപ്പ് നടത്തി. തുടർന്ന് ഇവിടെ നിന്നും വടക്കേങ്ങാടി മുസ്ലിം പള്ളിക്ക് പടിഞ്ഞാറ് വശത്ത് സഹോദരൻ ക്ലെമന്റിന്റെ പേരിലുള്ള പുരയിടത്തിലും സെബാസ്റ്റ്യനെ എത്തിച്ചു. ഇവിടെ 10 മിനിറ്റോളം ചെലവഴിച്ചു. മീഡിയ ചേർത്തല.